തിരുഹൃദയ ദേവാലയം, കോതാട്. രൂപതകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വരാപ്പുഴ അതിരൂപതയിലെ പ്രശസ്ത ദേവാലയങ്ങളിലൊന്നാണ് കൊച്ചി നഗരത്തോട് ചേർന്ന് എറണാകുളം നഗരത്തിൽ നിന്നും വെളിപ്പാടകലെ സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധ ദേവാലയം. പ്രധാന റോഡിനോട് ചേർന്നുള്ള തിരുഹൃദയ കപ്പേള, ദേവാലയ മുഖവാരം, മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശുകൾ, ഈശോയുടെ തിരുഹൃദയ രൂപം. സ്വജീവൻ നൽകിയും തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പെലിക്കൻ പക്ഷിയുടെ ചിത്രീകരണം രക്ഷകനായ യേശുവിൻ്റെ പ്രതീകം കൂടിയാണ്. ദേവാലയ മുഖവാരത്തിൽ നമുക്കിത് കാണാം. തിരുനാളുകളുടെയും ആഘോഷങ്ങളുടെയും വിളംബരം അറിയിക്കുന്ന ഇവിടുത്തെ കൊടിമരം, മോണ്ടളത്തിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച. ഇനി ദേവാലയത്തിനകത്ത് പ്രവേശിക്കാം. വിശാലതയും മനോഹാരിതയും ഭക്തി തീഷ്ണതയും നിറഞ്ഞ ദേവാലയത്തിന്റെ ഉൾഭാഗം. അൾത്താര ഉൾപ്പെടുന്ന പ്രധാന ബലിവേദി, എറണാകുളം നഗരത്തിൽ നിന്ന് ഒരു വെളിപ്പാടകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ കോതാട് പ്രദേശം ഗ്രാമീണതയുടെ ശാലീനത, വിശുദ്ധി മുറ്റി നിൽക്കുന്ന ഒരു ഇടം കൂടിയാണ്. ജാതി മത ഭേദമന്യേ ഹൃദയ ഐക്യത്തിൻ്റെ ഇഴചേർത്ത് ജീവിക്കുന്ന, സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ആളുകൾ. ഏതാണ്ട് 1200ഓളം കുടുംബങ്ങളാണ് ഈ കോതാട് കരയിൽ ഉള്ളത്. അതിൽ 900ഓളം കുടുംബങ്ങളും കോതാട് ഇടവക അംഗങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരാകട്ടെ കോതാട് ഇടവകയുടെ ഔദ്യോഗിക അംഗങ്ങളല്ലെങ്കിൽ പോലും ഇടവക ജനങ്ങളെപ്പോലെ തന്നെ ദേവാലയത്തെ വല്ലാതെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം കണക്കെ മുന്നോട്ട് പോകുന്ന ആളുകളും. ജാതിയുടേതോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങളും കൂടാതെ സ്നേഹത്തിൻ്റെ ഇഴയടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരു പറ്റം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് കോതാട് ഇടവക. കോതാട് ആദ്യകാലത്ത് ദേവാലയം ഉണ്ടായിരുന്നില്ല. അനുദിന ബലിയർപ്പണത്തിനും മറ്റും ഇവിടുത്തെ ആളുകൾ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വരാപ്പുഴ പള്ളി എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ആൻഡ് സെന്റ് ജോസഫ് ചർച്ച് എന്ന ഇന്നത്തെ മൈനർ ബസിലിക്കയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് കോതാട് തിരുഹൃദയ ദേവാലയത്തിൻ്റെ മാതൃ ഇടവക എന്നറിയപ്പെടുന്നത് ഈ വരാപ്പുഴ പള്ളിയാണ്. കോതാട് എറണാകുളം ജില്ലയിലെ ദ്വീപ സമൂഹങ്ങളിൽപ്പെട്ട പഞ്ചായത്തുകൾ ആയ കടമക്കുടിയിലെ ഒരു ദ്വീപാണ് കോതാട്, കോരാമ്പാടം, കണ്ണനാട്. 3 ദ്വീപുകളാണെങ്കിലും ഇത് ഒറ്റ ദ്വീപായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമീണ സുന്ദരമായ ഒരു ഗ്രാമമാണിത്. പെരിയാറിൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ കോതാട്, കോരാമ്പാടം, കണ്ടനാട് ഈ ദ്വീപുകളിൽ നിന്നും യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത് വഞ്ചിയും പിന്നീട് ബോട്ടും പിന്നീട് ചിറ്റൂർ കോതാട് പാലം വന്നതോടുകൂടി ബസ്സും യാത്രാ സൗകര്യമായി ഉപയോഗിച്ച് തുടങ്ങി. ദേവാലയത്തോട് ചേർന്നൊഴുകുന്ന ഈ പെരിയാർ നദി മനോഹരമായൊരു കാഴ്ചയും പ്രദേശത്തിൻ്റെ അക്ഷയ ജലസ്രോതസ്സുമാണ്. കോതാടിനെ മറുകരയായ ചേന്നൂരുമായി ബന്ധിപ്പിക്കുന്നത് ഈ ജങ്കാർ സർവീസാണ്. പള്ളിയുടെ തറ ആദ്യം മണലും പിന്നീട് ചാണകം മെഴുകിയതും ആയിരുന്നുവെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. ഓലമേഞ്ഞ ആ കെട്ടിടം ചാണകം മെഴുകിയ നിലത്തോടുകൂടി ആ കെട്ടിടം വളരെ കാലം പ്രവർത്തിച്ചു. അഭിവന്യ ഡോക്ടർ ലയനാർഡ് മെല്ലാനോ OCD വരാപ്പുഴ മെത്രാപ്പോലിത്ത ആയിരുന്ന കാലത്താണിത്. പിന്നീട് ഇവിടത്തെ തന്നെ തൈക്കൂട്ടത്തിൽ കാക്കി വക്കോ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് 1902 മുതൽ ഒരു പള്ളി നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടിയത്. (1673) മുതൽ 1882 വരെ കുരിശുപള്ളി സ്ഥാപിതമായത് വരെ കോതാട് നിവാസികൾ എല്ലാ ആധ്യാത്മിക കാര്യങ്ങൾക്കും വരാപ്പുഴയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം കുരിശുപള്ളി സ്ഥാപിച്ചത് മുതൽ പുതിയ പള്ളി അനുവദിക്കുന്ന 1902 വരെ ഉള്ള കാലഘട്ടമാണ്. ഇതാണ് ആദ്യത്തെ കുരിശുപള്ളി 1882 സ്ഥാപിതമായ സ്ഥലം. പൂർവികരുടെ സ്മരണ നിലനിർത്തി വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും രൂപങ്ങൾ സ്ഥാപിച്ച് ഇന്നും ഒരു സ്മാരകമായി ഇവിടം സംരക്ഷിക്കുന്നു. കുരിശുപള്ളി സ്ഥാപിതമായ ആദ്യകാലത്ത് സേവനം ചെയ്ത വരാപ്പുഴ പള്ളിയിൽ നിന്നുള്ള വൈദികരെയും സ്വതന്ത്ര ഇടവകയുടെ ആദ്യത്തെ വികാരി ക്ലമൻ ഡിക്കുഞ്ഞ അച്ഛൻ മുതൽ ഇപ്പോഴത്തെ വികാരി വരെയുള്ള എല്ലാ വൈദികരെയും സഹവികാരിമാരെയും ആത്മീയ ഭൗതിക സേവനം ചെയ്ത സന്യസ്തരെയും ഇടവകയുടെ വളർച്ചയ്ക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും ഹൃദയപൂർവ്വം സ്മരിച്ച് തിരുഹൃദയത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഓരോ പ്രേക്ഷകനും ആശംസിച്ച് കോതാടിനോട് ഞാൻ വിട പറയുന്നു.